പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് +1 സെറ്റ്സിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അവിടെ നമ്മൾ എന്താണ് സെറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, പിന്നെ എങ്ങനെ സെറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ ചെയ്തത് അല്ലേ. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സെറ്റ്സ്, എത്ര തരത്തിലുള്ള സെറ്റ്സുകളുണ്ട്, നമുക്ക് ഈ +1 ലെവലിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ. അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും. അപ്പോൾ ടൈപ്സ് ഓഫ് സെറ്റ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എംപ്റ്റി സെറ്റ് എന്നാണ്, അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും. നമുക്കറിയാം ഈ എംപ്റ്റി സെറ്റ് എന്ന പേര് തന്നെ ക്ലിയറാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിലൊന്നുമില്ല, എലമെൻസ് ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ള സെറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. ഒരു സെറ്റിൽ എലമെൻസ് ഒന്നും ഇല്ല എങ്കിൽ ആ സെറ്റിനെ നമുക്ക് എംപ്റ്റി സെറ്റ് എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് എ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെൻറ്റ്സ്, നോ എലമെൻറ്റ്സ് at all is called the empty set or the null set. അതിന് എംപ്റ്റി സെറ്റ് എന്നും പറയും, അല്ല എങ്കിൽ നൾ സെറ്റ് എന്നും പറയും. ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിന് എന്തൊക്കെ പറയാം? നമുക്ക് ഒന്നില്ലെങ്കിൽ അതിന് നൾ സെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു വാക്ക് വോയിഡ് സെറ്റ് എന്ന് പറയാം. ഇത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വോയിഡ് സെറ്റ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ. ഇനി എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. അത് സാധാരണ നമ്മൾ ഇത് നോക്കി സൈന സിമ്പിൾ ഉണ്ട് നമുക്ക്. ഇവിടെ നമുക്ക് എംപ്റ്റി സെറ്റ് സാധാരണ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ സെറ്റ് തന്നെ അതിൻ്റെ എലമെൻറ്റ്സ് ഒന്നും എഴുതരുത്, 0 പോലെ എഴുതി വെക്കരുത്. ഇങ്ങനെ സിമ്പിൾ മാത്രം നമ്മൾ സൂചിപ്പിക്കണം, അത് നമുക്ക് എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കും. ശ്രദ്ധിക്കുക, ഈ സാധാരണ ഈ 2 സിമ്പിൾസാണ് നമ്മൾ എംപ്റ്റി സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അത് നമുക്ക് നൾ സെറ്റ് എന്നോ എംപ്റ്റി സെറ്റ് എന്നോ വോയിഡ് സെറ്റ് എന്നോ പറയും. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഒരു സെറ്റിനെ കുറിച്ച് നോക്കാം. അത് വേണമെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്താണ് എംപ്റ്റി സെറ്റ് ഞാൻ പറഞ്ഞ എൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയോ. ഫസ്റ്റ് വൺ, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. ആൻഡ് അതിൻ്റെ പ്രത്യേകതയും കൂടിയുണ്ട്, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ആ നാച്ചുറൽ നമ്പർ 2-നും 3-നും ഇടയിലാണ്, ബിറ്റ്വീൻ 2 and 3. ഓക്കെ, അതെന്താ? 2-നും 3-നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ഏതാ? ഒന്നുമില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നൾ സെറ്റ്. അതേസമയം 2-നും 4-നും ഇടയ്ക്കുള്ളതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് 3 എലമെൻ്റ് ആയിട്ട് തോന്നാം. അതെപ്പോഴും എംപ്റ്റി സെറ്റ് ആവില്ല, അത് സിംഗിൾട്ടൺ സെറ്റ്. അത് നമ്മൾ അടുത്ത പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2-നും 3-നും ഇടയ്ക്ക് എലമെൻറ്റ്സ് ഒന്നുമില്ല. എലമെൻറ്റ്സ് മീൻസ് നാച്ചുറൽ നമ്പർ ഒന്നുമില്ല. അവിടെ എക്സ് ബിലോങ്സ് ടു n എന്നാണ് നാച്ചുറൽ. അങ്ങനെയുള്ള സെറ്റിനെ നമ്മളിവിടെ എന്താ പറയുക? ദാറ്റ് ഈസ് എംപ്റ്റി സെറ്റ് എന്ന് സിമ്പിൾ ശ്രദ്ധിക്കാം. അതുപോലെ വേറെ എക്സാമ്പിൾ എടുക്കാം. എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് റിയൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, n, r, z എന്താണെന്നൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ x² = -1. x² = -1 ഒരു നമ്മൾ ഇക്വേഷൻ. അവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തെങ്കിലും റിയൽ നമ്പേഴ്സ് കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. അത് ഇമാജിനറി നമ്പറായിട്ട് വരും എക്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് നോക്കാം. എൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കാം. വേറെ എക്സാമ്പിൾ എടുക്കാം. x² = 9 ആൻഡ് x ഈസ് ആൻ ഈവൺ നമ്പർ. അപ്പോൾ x² = 9. അപ്പോൾ x എന്തായിരിക്കും? ദാറ്റ് ഈസ് +or-3 എന്ന് എഴുതാം അല്ലേ. അത് നമുക്ക് ഒരു ഈവൻ നമ്പറാണോ? അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നൾ സെറ്റാണ്. അപ്പോൾ ഇത് 2-3 എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്കും കുറേ എക്സാമ്പിൾസ് സ്വയം എഴുതാൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കണം. അതിലുള്ള എല്ലാ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. എന്നാലും നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ചോദിക്കാൻ വേണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സെറ്റിലോട്ട് കിടക്കാം. സിംഗിൾട്ടൺ സെറ്റ് നേരത്തെ സൂചിപ്പിച്ചു. അതായത് ആ സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സെറ്റ് ഒരു എലമെൻറ്റ് മാത്രമുള്ളെങ്കിൽ അതിനെ നമുക്ക് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. ഒറ്റ എലമെൻറ്റ് മാത്രം.
then അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ വേണേൽ പറയാം, എ സെറ്റ് കണ്ടെയ്നിങ് എക്സാക്ട്ലി വൺ എലമെന്റ് നോട്ട് ചെയ്യുക, എക്സാക്ട്ലി വൺ എലമെന്റ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. അപ്പോൾ സിംഗിൾട്ടൺ സെറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമുക്ക് സിംഗിൾട്ടൺ സെറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാൻ വേണ്ടി, എന്താ സെറ്റ് 0, അതിന് ഒരു എലമെന്റ് 0 എന്നൊരു എലമെന്റ് ആണ് അല്ലേ, അത് ശ്രദ്ധിക്കുക. ഈസ് എ സിംഗിൾട്ടൺ സെറ്റ് ഹൂസ് ഓൺലി എലമെന്റ് ഈസ് 0, അല്ലെങ്കിൽ സെറ്റ് 1 അല്ലെങ്കിൽ സെറ്റ് 2, ഇതൊക്കെ സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുമ്പോൾ. വേറെ എക്സാമ്പിൾ എക്സ് സച്ച് എക്സ് ബിലോങ്സ് ടു ഇസഡ്. ഇസഡ് മീൻസ് നമുക്കറിയാം എന്താ ഞാൻ പറഞ്ഞത്, ഇൻഡിജേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ ആൻഡ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു -4 കിട്ടും അല്ലേ. നമുക്ക് 4 അയച്ചിട്ട് എക്സ് ഇസ് ഈക്വൽ ടു -4, അത് ഒറ്റ എലമെന്റ് മാത്രമുള്ള സെറ്റ്, അത് ഇൻഡിജറും കൂടിയാണ് അല്ലേ. അപ്പോൾ ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. കണ്ട ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. വാക്കിൽ നിന്ന് തന്നെ ക്ലിയറാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ്സ് എന്തായിരിക്കും, ഫൈനൈറ്റ് നമ്പർ ഉണ്ടാവുള്ളൂ, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അതേസമയം ഇൻഫിനിറ്റ് സെറ്റ് അതിനെ കുറിച്ച് അതെന്താ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ 1 2 3 4 5 6 എക്സെട്ര, അത് ഇൻഫിനിറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് നമുക്കറിയാം, സെറ്റ് 2 4 അതിൽ 2 എലമെൻറ്റ്സ് ഉള്ളൂ അല്ലേ, അത് ഫൈനൈറ്റ് സെറ്റ്. എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന നമുക്ക് സെറ്റിനെ ഫൈനൈറ്റ് സെറ്റും, അല്ലാത്തതിനെ എന്ത് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റ് സെറ്റ്. ജസ്റ്റ് ഡെഫിനിഷൻ ശ്രദ്ധിച്ചു നോക്കി. An empty set or a non-empty set in which the process of counting of elements surely comes to an end. കണ്ട, അത് നമുക്ക് കൗണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും, അല്ല അവസാനമില്ല പോകുന്നില്ല, അത് അവസാനിക്കുന്നു. ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ്. നോട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എ സെറ്റ് വിച്ച് ഈസ് നോട്ട് ഫൈനൈറ്റ്, ഫൈനൈറ്റ് അല്ലാത്തല്ല എന്താക്കിയും ഈസ് കോൾഡ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അപ്പോൾ ഫൈനൈറ്റ് അല്ലാത്ത എല്ലാ സെറ്റും എന്തായിരിക്കും ഇൻഫിനിറ്റ് സെറ്റ് ആയി. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. എ ഇസിക്കൽ സെറ്റ് 2 4 6 8 10 12. നമുക്ക് കൃത്യമായിട്ട് എണ്ണിത്തിട്ട് 1 2 3 4 5 6 എലമെൻറ്റ്സ് അതിനകത്തുള്ളൂ. അതെന്തായിരിക്കും ഒരു ഫൈനൈറ്റ് സെറ്റാണ്. Is a finite set and number of elements in that set A എത്രയാണ്, n of A, that is equal to 6. ഓക്കെ, അതൊരു ഫൈനൈറ്റ് സെറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഫൈനൈറ്റ് സെറ്റിന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എത്രയാണെന്ന് നോക്കുക. എ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് നമുക്കറിയാം എത്ര ഉണ്ടാവും, 26 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് എൻ ഓഫ് ബി ഈക്വൽ ടു 26. നമുക്കറിയാം, നമുക്ക് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ദാറ്റ് ഈസ് എ ബി സി ഡി ഇസഡ് വരെ അല്ലേ, അത് 26 ഉണ്ടാവും. അപ്പോൾ എൻ ഓഫ് ബി, ബി ആണ് സെറ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കണമെങ്കിൽ ദാറ്റ് ഈസ് എൻ ഓഫ് ബി ഈക്വൽ ടു 26. ഇപ്പോൾ നമ്മൾ ഇതിന് ബി ഈക്വൽ ടു എന്നാണ് ഞാൻ എഴുതിയിരുന്നെങ്കിൽ ബി ഈക്വൽ ടു എൻ ഓഫ് ബി ഈക്വൽ ടു 26. ക്ലിയർ ആയോ? ഓക്കെ, then വേറെ എക്സാമ്പിൾ ഇൻഫിനിറ്റ് സെറ്റിനെ നോക്കിക്കേ. ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? 1 2 3 4 5 6 എക്സെട്ര അങ്ങനെ പോകും. അല്ലെ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പർ നാച്ചുറൽ നമ്പേഴ്സ് 2 4 6 is 2 4 6 8 10 etc. Set of all odd natural numbers, that is 1 3 5 7 etc. ഇതെല്ലാം ഇൻഫിനിറ്റ് സെറ്റിന് എക്സാമ്പിൾസ് ആണ്. ഇഷ്ടംപോലെ നമുക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് അനുസരിച്ച് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് കുറച്ചൊക്കെ എക്സാമ്പിൾസ് നമ്മളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് അടുത്തല്ലോ ഈക്വൽ സെറ്റ്സ്. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. എന്താണ് ഈക്വൽ സെറ്റ്? രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ഈക്വൽ നമുക്ക് എന്ന് പറയാം ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. ശ്രദ്ധിച്ച് നോക്കിക്കേ കുട്ടികളെ, ഇവിടെ നോക്കിക്കേ, ദ two sets are said to be equal. Note here, equal if they have exactly the same elements
and we write A equal to B. Same elements ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈക്വൽ സെറ്റ്സ് ഉണ്ടാവും. Otherwise, അല്ലാത്തപ്പോൾ the set R is said to be unequal and we write A not equal to B. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ A equal to രണ്ട് സെറ്റ് സെയിം ഈക്വൽ ആണെങ്കിൽ then A equal to B എന്ന് പറയും. അല്ലാത്തപ്പോൾ A not equal to B. അവിടെ ശ്രദ്ധിക്കുക, ഈ ഈക്വൽ ആണെങ്കിൽ എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ആയിരിക്കണം. നോട്ട് ചെയ്യേണ്ട പോയിന്റ് അത്, എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് സെറ്റ് ഈക്വൽ ആണ്, അല്ലാത്ത കേസിലെല്ലാം അത് അൺഈക്വൽ ആയിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിച്ചു നോക്കി കുട്ടികളെ. A equal to set X such as X is the letter in the word loyal. നമ്മൾ ഇങ്ങനെ ഒരു എക്സാം നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ അവിടെ ഈ ലോയൽ എന്ന വേർഡിൽ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്, ലെറ്റേഴ്സ് ഏതൊക്കെയുണ്ട് നമുക്കറിയാം. L ഉണ്ട്, O ഉണ്ട്, Y ഉണ്ട്, A ഉണ്ട്. നോക്കിയേ, L O Y A, പിന്നെ L ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യമേ എഴുതാൻ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയേ L O Y A, അങ്ങനെ 4 എലമെൻറ്റ്സ് ആണുള്ളത്. ഇനി ബീസിക്കൽ വേർഡ് സെറ്റ് എടുക്കുക. ബീസിക്കൽ സെറ്റ് എക്സ് such that X is the letter in the word alloy. ആ വേർഡിലുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. A ഉണ്ട്, ദെൻ അടുത്തത് L ഉണ്ട്, പിന്നെ വീണ്ടും L വരുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ എഴുതിയാൽ മതി, ഒരു പ്രാവശ്യം എഴുതാം. അപ്പോൾ A L ദെൻ O Y, A L O Y കണ്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ രണ്ട് സെറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. എയും ബിയും സെയിം നമ്പറാണ്, സെയിം എലമെന്റ് ലെറ്റേഴ്സ് ആണ് അല്ലേ. നോക്കിക്കേ, L ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ O ഉണ്ട്, ഇവിടെ Y ഉണ്ട്, ദെൻ A ഉണ്ട്. ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്, ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. ഇത് രണ്ടും സെയിം ആണ്. അങ്ങനെയുള്ള സെറ്റ്സിന് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത്. Therefore നമുക്ക് ഇവിടെ A equal to B എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, A equal to B. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിയ കുട്ടികളെ, ഇവിടെ C equal to സെറ്റ് 2 3 1 4, D equal to സെറ്റ് 1 2 3 4. ഇവിടെ രണ്ടിലും 4 എലമെന്റ്സ് ഉണ്ട്, സെയിം എലമെന്റ്സ് എടുക്കണം അല്ലേ. ഓർഡർ വേണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി എഴുതായിരുന്നു, പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാം എലമെന്റ്സ് മാറ്റി അങ്ങോട്ട് കുഴപ്പമില്ല, ഓർഡർ സെയിം ആവണമെന്നില്ല. പക്ഷേ സെയിം എലമെന്റ്സ് ആയിരിക്കണം, സെയിം നമ്പർ ഓഫ് എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം C equal to D, അത് ഈക്വൽ സെറ്റ്സ് ആണ്. C equal to D. അടുത്ത നമുക്ക് അൺഈക്വലന്റ് സെറ്റ് എന്താണെന്ന് നോക്കാം. ഈക്വലന്റ് സെറ്റ്, അപ്പോൾ അതിൽ നമുക്ക് അവിടെ വരെയാണ് നമ്പർ ടൈപ്സ് ഓഫ് സെറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈക്വലന്റ് സെറ്റ്, two sets A and B are said to be equivalent if they have the same number of elements, that is n of A equal to n of B. അപ്പോൾ രണ്ട് സെറ്റ് എയും ബിയും ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിനൊന്ന് ഈക്വലൻറ്റ് സെറ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈക്വലൻറ്റ് സെറ്റ് എന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ എന്ന സെറ്റിൽ 5 ഉണ്ട്, ബി എന്ന സെറ്റിൽ 5 ഉണ്ടെങ്കിൽ അപ്പോൾ n of A is equal to n of B is equal to 5 എന്ന് എഴുതാം. Therefore that is ആ രണ്ട് സെറ്റ്സ് എന്തായിരിക്കും, ഈക്വലൻറ്റ് സെറ്റ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. വേണേ നോട്ട് ശ്രദ്ധിക്കുക, ഓൾ ഈക്വൽ സെറ്റ്സ് ആർ ഈക്വലൻ്റ്. എല്ലാ ഈക്വൽ സെറ്റ്സ് എന്തായിരിക്കും, ഈക്വലൻറ്റ് സെറ്റ് ആയിരിക്കും. അറിഞ്ഞിരിക്കുക, ജസ്റ്റ് നോട്ട് ചെയ്തത്. ബട്ട് ഓൾ ഈക്വലൻറ്റ് സെറ്റ് നീഡ് നോട്ട് ബി ഈക്വൽ. പക്ഷെ ഇത് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എല്ലാ ഈക്വലൻറ്റ് സെറ്റ്സും നീഡ് നോട്ട് ബി ഈക്വൽ. അപ്പോൾ നോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, A is equal to set 1 2 3, B equal to set 3 2 5. ഇവിടെ നമുക്കറിയാം ഹിയർ n of B equal to n of A, രണ്ടും ഈക്വൽ ആണ് അല്ലേ. Therefore that is equal to 3 എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിനെ നമുക്ക് എന്താ ഈക്വലൻറ്റ് സെറ്റ്സ് എന്ന് പറയും. ഈക്വലൻറ്റ് സെറ്റ്സ് അത് നോട്ട് ചെയ്യുക, അതാണ് എൻ്റെ എക്സാമ്പിൾ. പക്ഷേ സെയിം ആവണമെന്നില്ല, എലമെൻറ്റ്സ് സെയിം ആവണമെന്നില്ല. പക്ഷേ ഈക്വലൻസിൻ്റെ പ്രത്യേകത നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആകാം. അതേസമയം സെയിം എലമെൻ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ഈക്വൽ സെറ്റ്സ് എന്ന് പറയാൻ പറ്റും. അതാണ് ഈ നോട്ട് പറഞ്ഞിരിക്കുന്നത്. ഓൾ ഈക്വൽ സെറ്റ്സ് ആർ ഈക്വലൻറ്റ് സെറ്റ്സ്, ബട്ട് ഓൾ ഈക്വലൻറ്റ് സെറ്റ് നീഡ് നോട്ട് ബി ഈക്വൽ. അത് നോട്ട് ചെയ്യുക. Then therefore A and B are equivalent sets, but A not equal to B. എയും ബിയുടെ ഈക്വൽ അല്ല,
പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ അത് ഈക്വലൻറ്റ് സെറ്റ്സ് ആണ്, പക്ഷേ എ നോട്ട് ഈക്വൽ ടു ബി. പ്രത്യേകം വ്യത്യാസം മനസ്സിലാക്കുക. ഈക്വൽ സെറ്റ് എന്താണ്, ഈക്വലൻറ്റ് സെറ്റ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് കുറേ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.